മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1-3-1996 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 4-ാം പാദം. മിഥുന ലഗ്നം, 2-ൽ ചന്ദ്രൻ, 3 ശൂന്യം, 4-ൽ രാഹു, 5-6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ വ്യാഴം, 8-ൽ ബുധൻ, 9-ൽ സൂര്യൻ കുജൻ, 10-ൽ ശനി ഗുളികൻ കേതു, 11-ൽ ശുക്രൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധമുള്ളവർ വിളിച്ചിരുന്നത്. ഇതിൽ ലഗ്നാൽ 7-ൽ വ്യാഴം നിൽക്കുന്നു, ഹംസ മഹായോഗം കൊടുത്തുകൊണ്ട് അങ്ങേയറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ 10-ൽ ഗുളികനോടൊത്ത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടി 7-ലേക്ക്, അതായത് വിവാഹസ്ഥാനമായിട്ടുള്ള 7-ലേക്ക് വരുന്നത് കൊണ്ട് തന്നെ, ശനിയുടെ ദൃഷ്ടി ആയതുകൊണ്ടും തന്നെ വിവാഹ സംബന്ധമായി ഒരല്പം ഡിലേ, താമസം ഉണ്ടാകാം. അത് 96 എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ആൾറെഡി വൈകിയിട്ടുണ്ട്. പക്ഷേ വൈകിയാൽ തന്നെയും 7-ൽ വ്യാഴം ബലവാനായി തന്നെ നിൽക്കുന്നത് കൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് പറയാം. അതേപോലെ തന്നെയാണ് വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ 11-ൽ നിൽക്കുന്നു. ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് എന്നിരുന്നാൽ തന്നെയും അതിൻ്റെ നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി കൊണ്ട് നിശേഷം സാധിക്കും. മാത്രവുമല്ല വർഗോത്തമം ചെയ്ത ശുക്രനുമാണ്. ഇത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ മാത്രമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ലായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിൻ്റ് തന്നെ ആയിരുന്നു. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും വർഗോത്തമം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും നല്ല അനുഭവങ്ങൾ തന്നെയാണ് ശുക്രൻ പൊതുവെ നൽകുക. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 5ാം ഭാവാധിപൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും തന്നെ ഒരു ഫെയർ കൺസെപ്റ്റ്, ഒരു ഫെയർ കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകും. എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക, സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. അതല്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് അധികം പോകാതിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് വച്ച് പുലർത്തുന്നതായിട്ട് കാണാറുണ്ട്. അത് പൊതുവേ 5ാം ഭാവവുമായി ബന്ധപ്പെട്ട് വ്യാഴത്തിന് ഏതെങ്കിലും 5-ൽ വ്യാഴം നിൽക്കുകയോ 5ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുകയോ 5ാം ഭാവാധിപനെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം കാഴ്ചപ്പാടുകൾ ധാരാളമായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരക ഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ 2-ൽ തന്നെയാണ് നിൽക്കുന്നത്. പുണർദമാണ് നക്ഷത്രം, 2-ൽ തന്നെ നിൽക്കുന്നു. ഭാഗ്യവശാൽ രാഹുവിൻ്റെയോ അതല്ല എങ്കിൽ ശനിയുടെയോ അതല്ലെങ്കിൽ ഗുളികൻ്റെയോ ഒന്നും ബന്ധത്തിലല്ല ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ കൊണ്ടുള്ള ഗുണവും ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതുമാണ്. അതേപോലെ ഇദ്ദേഹം നിലവിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിതാവിനെ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. പൊതുവേ ലഗ്നാൽ 9-ൽ പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവിൻ്റെ കാരക ഗ്രഹമായിട്ടുള്ള സൂര്യൻ ശനിയുടെ ക്ഷേത്രത്തിൽ ശക്തനായ കുജനോടൊത്ത് നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല. മാത്രവുമല്ല അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും അതേപോലെ തന്നെ ശനിയോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നത് കൊണ്ട് തന്നെ പിതാവുമായിട്ടുള്ള ബന്ധത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഉലച്ചിൽ തട്ടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. മാത്രവുമല്ല പിതാവിന് അല്പം കടുപ്പ സ്വഭാവം, അല്പം ടഫ് നേച്ചർ, അല്പം ഹാർഡായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു സ്വഭാവം സഹജമായിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. സൂര്യൻ കുജൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്പം കട്ടി സ്വഭാവം കൂടുതലാണ്, അല്പം ഈഗോയിസ്റ്റിക്കാണ്, അല്പം വാശി, കടുംപിടുത്ത സ്വഭാവം എല്ലാം അത്തരക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്വഭാവവും. അപ്പോൾ അത്തരം നേച്ചറുള്ള ഒരാളുടെ മുന്നിൽ തീർത്തും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുപോയി അവതരിപ്പിച്ച് എസ് വാങ്ങുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. അല്പം ടെൻഷൻ അടിക്കേണ്ടുന്ന സാഹചര്യവും ഗ്രഹനിലവശാൽ, ജാതകവശാൽ ഉണ്ട് എന്നത് സത്യം തന്നെയും ആണ്. പൊതുവേ അത്യാവശ്യം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ, ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും മികച്ച ഒരു ഗ്രഹനില തന്നെയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരല്പം വൈകിയാൽ തന്നെയും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യം നല്ല ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെയാണ് ഈ 10-ലെ ശനി ഗുളികൻ കേതു രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്ന സമയത്ത് അത്
പല രീതിയിൽ വർക്കായി കാണാറുണ്ട്. ഒന്ന്, ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ്, ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട്, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയും അതിനോടൊത്ത് നമുക്ക് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരികയും ചെയ്യുക. അതല്ല എങ്കിൽ സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുമല്ലെങ്കിൽ മാറ്റ ജോലികൾ ചെയ്യുക. 10 കേതു രാഹുവിൻ്റെ കണക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് വിദേശ സംബന്ധമായിട്ടുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്യുക. ഇദ്ദേഹം വിദേശ സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലാണ് ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 10 ഗുളികനെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 10 ഗുളികൻ ശുക്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. പക്ഷേ അത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് വലിയ തെറ്റില്ലാത്തതായി, ഒരു നെഗറ്റീവ് വന്നാൽ തന്നെ വ്യാഴം അത് കൃത്യമായിട്ട് ഇടപെട്ട് പരിഹരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ പിതാവിൻ്റെ സ്ഥാനമായിട്ടുള്ള അതല്ല എങ്കിൽ ഭാഗ്യസ്ഥാനമായിട്ടുള്ള സൂര്യൻ നിൽക്കുന്ന, കുജൻ നിൽക്കുന്ന ഇടത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും അത് ശനിയോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും നേരത്തെ പറഞ്ഞ പിതാവ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതൽ, അതേപോലെ തന്നെ എന്ത് എപ്പോൾ ഏത് രീതിയിൽ പറയണമെന്ന ഒരു കാൽക്കുലേഷൻ നടത്തി തന്നെ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. അതല്ലാത്ത പക്ഷം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പിതാവ് ചിലപ്പോൾ വൈമനസ്യം കാണിക്കാം. സൂര്യൻ കുജനൊക്കെ കട്ടി സ്വഭാവം വളരെ കൂടുതലാണ്, ഈഗോയിസ്റ്റിക്കാണ്. ഒരു കാര്യം ഞാൻ വിചാരിച്ചാൽ അങ്ങനെ തന്നെ നടക്കണമെന്ന് വാശി കാണിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, ഈ ലഗ്നാൽ 7 നിൽക്കുന്ന ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം തൻ്റെ 5ാം ദൃഷ്ടി വിവാഹ കാരകഗ്രഹമായിട്ടുള്ള 11 വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ശുക്രനിലേക്കും 7ാം ദൃഷ്ടി ലഗ്നത്തിലേക്കും കൊടുക്കുമ്പോൾ 9ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 3 കൊടുക്കുന്നു. ഇത് 3 ഏറ്റവും നല്ലതാണ്. വ്യാഴമാകട്ടെ ഗുളികൻ്റെയോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയോ ശനിയോടൊത്തൊന്നുമല്ല നിൽക്കുന്നത് കൊണ്ടും ഈ ശനിയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ഒരല്പം വ്യാഴം ആക്റ്റീവായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നതിന് ഒരല്പം ഡിലേ കാണിക്കാം. എന്നിരുന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി വളരെ നല്ല ഒരു വ്യാഴത്തിൻ്റെ പൊസിഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഹംസയോഗം കൊടുത്തു നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഭാഗ്യകാരക ഗ്രഹമാണ് ഏതൊരാളെ സംബന്ധിച്ചും വ്യാഴം. അപ്പോൾ അത്തരം വ്യാഴം ഇത്തരം യോഗ ഫലത്തോടു കൂടി തന്നെ നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിലേക്കൊക്കെ ദൃഷ്ടി കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരുവിധ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം തീർച്ചയായിട്ടും കിട്ടും. ഒരു ക്രൈസിസ് ഉണ്ടായാൽ തന്നെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ ഓവർകം ചെയ്ത് എന്ന് വെച്ചാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന ഒരു പോംവഴി വ്യാഴം ഇവിടെ കണ്ടെത്തി കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്രഹനിലയിൽ ഒരു പ്രതിസന്ധിയിൽ 1-2 ഗ്രഹങ്ങൾ നിന്നാൽ തന്നെയും അതിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും വ്യാഴം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക ശേഷിയുള്ള വ്യാഴം തന്നെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതാണ് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു ഗ്രഹനിലയിൽ കൊടുക്കുന്നതിൻ്റെ കാര്യവും. അതുപോലെ തന്നെയാണ് ചന്ദ്രൻ. മനസ്സിൻ്റെ, മാതാവിൻ്റെ കാരക ഗ്രഹമാണ്, ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരക ഗ്രഹമാണ് ചന്ദ്രൻ. ഗുളികൻ, ശനി, രാഹു, കേതു അല്ലെങ്കിൽ ശനി പോലെയുള്ള അവസ്ഥകളുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ടെൻഷൻ സഹജമാണ്. ഇവിടെ നവാംശത്തിൽ ചന്ദ്രൻ, ശനി ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞ ശനി, രാഹു, ഗുളികൻ ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട്, മാത്രവുമല്ല 5ാം ഭാവാധിപനെ വ്യാഴം വീക്ഷിക്കുന്നത് കൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു നല്ല കാഴ്ചപ്പാടിനുടമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം ഒരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനും കഴിയും. ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാൽ തന്നെ അതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത്തരക്കാർക്ക് സാധിച്ചു കാണാറുണ്ട്. പല ആളുകൾക്കും പറ്റാത്ത ഒരു കാര്യവുമാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് എക്സ്ട്രീം നെഗറ്റീവായിട്ട് പെരുമാറും. അപ്പോൾ ഇത്തരം 5ാം ഭാവാധിപനെയൊക്കെ വ്യാഴം വീക്ഷിച്ചു കഴിഞ്ഞാൽ, 5ലേക്കൊക്കെ വ്യാഴം ദൃഷ്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ തന്നെ ആദ്യമൊന്ന് നെഗറ്റീവ് ആയാൽ കൂടെ അതിനെ ക്രമേണ പോസിറ്റീവാക്കി മാറ്റാൻ പരപ്രേരണകളൊന്നുമില്ലാതെ തന്നെ സാധിക്കുകയും ചെയ്യും. അതാണ് തോട്ട് പ്രോസസ്സ്. അവരുടെ തോട്ട് പ്രോസസ്സ് ആ ഒരു രീതിയിലായിരിക്കും സഞ്ചരിക്കുക. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദമാണ് നക്ഷത്രം. വ്യാഴദശയിൽ ജനിച്ചു. 98 വരെ വ്യാഴം, അതിനുശേഷം ശനി 2017 വരെ, അതിനുശേഷം ബുധൻ 2034 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, ശേഷം 6 കൊല്ലം സൂര്യൻ 2067 വരെ, ശേഷം ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ബുധനിൽ ചൊവ്വയാണ് 20/9/2025 തൊട്ട് 18/9/2026 വരെ. ബുധനിൽ ചൊവ്വ എന്ന് പറയുന്ന സമയത്ത് ലഗ്നാധിപത്യം വഹിച്ച് 8-ൽ നിൽക്കുന്ന ബുധനും 9-ൽ സൂര്യനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി നിൽക്കുന്ന കുജനുമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ കൊടുക്കുക, ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്.
പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.